ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മീഷണർ അലക്സ് അച്ചായനോട് ചോദിച്ച പ്രകാരം അയാൾ സത്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ആ കുഞ്ഞിനെ നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് കൊല്ലരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നതിനേക്കാളും കൂടുതൽ പണം എനിക്ക് തന്നു. അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ ബന്ധു വീട്ടിലേക്കാണ് പറഞ്ഞയച്ചത്. അവിടെയാണ് ആ കുഞ്ഞ് 10 വയസ്സുവരെ വളർന്നത്. പിന്നീട് എനിക്കോ എൻ്റെ ബന്ധുക്കാർക്കോ ഒന്നും തന്നെ ആ കുഞ്ഞിനെ നോക്കി വളർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആ കുഞ്ഞുണ്ടായിരുന്നത്. ആ കുഞ്ഞ് ഒരു തൻ്റേടിയായിട്ടുള്ള ആരെയും ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു വൃത്തികെട്ട സ്വഭാവമായിരുന്നു എന്നൊക്കെ പറയട്ടോ. ഞാൻ അവൾ എന്തോ ഒരു തെറ്റ് ചെയ്ത സമയത്ത് ഞാൻ അവളോട് ചോദിക്കാൻ ചെന്നതിന് അവൾ എൻ്റെ നേരെ കത്തിയെടുത്ത് വീശുകയാണ് ചെയ്തത്. എന്നിട്ട് എൻ്റെ തൊടയുടെ ഭാഗത്ത് നിന്ന് ഒരു കഷ്ണമാണ് പോയത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ആ പറഞ്ഞ വാക്കുകൾക്ക് കമ്മീഷണർ അങ്ങനെ വിശ്വസിക്കില്ല കേട്ടോ. അങ്ങനെ കമ്മീഷണർ അയാളോട് ചോദിക്കുകയാണ്, അല്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയണം. നിങ്ങൾ ആ കുട്ടിയോട് അപമര്യാദമായി പെരുമാറിയത് കൊണ്ടല്ലേ ആ കുട്ടി നിങ്ങളെ കത്തിയെടുത്ത് ഉപദ്രവിക്കാൻ വന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ, അയ്യോ സാറേ, അല്ല, ഞാൻ അങ്ങനെ ഒന്നും പോയിട്ടില്ല. ഞാൻ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോഴാണ് ആ കുട്ടി എൻ്റെ നേരെ കത്തിയെടുത്ത് ഉപദ്രവിച്ചത്. അതോടുകൂടി ഞങ്ങൾ ആ കുട്ടിയെ നോക്കില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളി. പിന്നീട് ആ കുട്ടി എവിടേക്കാണ് പോയതെന്നോ ഒന്നിനും ഞങ്ങൾ നോക്കാൻ നിന്നില്ല. അവളെക്കുറിച്ച് അന്വേഷിക്കാനും പോയില്ല. അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്നാണ് ഞങ്ങൾ കരുതിയത്. പിന്നെ ആ കുട്ടി നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു. ചെറുപ്പം മുതലേ നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഇനി വല്ലതും ചെയ്തോ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആ കുട്ടിയുടെ സ്വഭാവം അനുസരിച്ച് വേറെ ആരെങ്കിലും തല്ലിക്കൊന്നോ എന്നും പറയാൻ പറ്റില്ല. എടുത്തുചാട്ടക്കാരിയാണ് എന്നൊക്കെ അങ്ങ് കമ്മീഷണറോട് പറയാൻ കേട്ടോ. അങ്ങനെ കമ്മീഷണർ ഇതൊക്കെ കേട്ടതോടുകൂടി കമ്മീഷണർ ആകെ അങ്ങ് ഷോക്കാവാണ്. പിന്നീട് അർജുനോട് പൂജ വന്ന് ചോദിക്കുകയാണ്, അജുവേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അജുവേട്ട, ആ കുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എൻ്റെ പ്രായം തന്നെ ആയിരിക്കില്ലേ എന്ന് ചോദിക്കും. ആ നിന്നേക്കാളും 1 വയസ്സിന് മൂത്തതാവാനാണ് സാധ്യത. ഞാൻ അജുവേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? സത്യസന്ധമായിട്ട് തന്നെ മറുപടി പറയണം. എൻ്റെ അച്ഛൻ ചെയ്തതുപോലെ അജുവേട്ടനാണ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു സ്ത്രീയുമായിട്ട് സ്നേഹബന്ധത്തിൽ ആയിരുന്നെങ്കിൽ അജുവേട്ടൻ മറ്റൊരു സ്ത്രീയെ എന്നെ ഇപ്പോൾ കല്യാണം കഴിക്കുമായിരുന്നോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അർജുൻ അങ്ങ് മിണ്ടാതെ ഇരിക്കാൻ കേട്ടോ. അതെന്താ അജുവേട്ടൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, നീ ഇപ്പോൾ ചോദിച്ച ചോദ്യം അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ്. പക്ഷേ ഞാനിതിൻ്റെ ഉത്തരം പറയുമ്പോൾ ഒരു പക്ഷേ നീ നിൻ്റെ അച്ഛനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് പോലും എനിക്ക് തോന്നിപ്പോവും. അങ്ങനെയല്ല, നീ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ 2 പേരും പുറമേ നിന്ന് കാണുന്നവരാണ്. പക്ഷേ അവരുടെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ നിനക്ക് മനസ്സിലാവും. അങ്കിൾ ആ അഞ്ജനയെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാണ് അവർ സ്നേഹിച്ചത്. പക്ഷേ അങ്കിളുടെ കണ്ണിൽ ആ പെൺകുട്ടി പിന്നെ അങ്കിളിനെ വഞ്ചിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി എന്നാണ് അങ്കിൾ ചിന്തിച്ചത്. ആ സമയത്ത് അങ്കിൾ ആകെ മാനസികമായി തളർന്നിട്ടുണ്ടാവും. പക്ഷേ അങ്കിളിൻ്റെ അച്ഛനാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ നിന്നുള്ളത് അങ്കിൾ അറിഞ്ഞതുമില്ല. അപ്പോൾ ആ മാനസികാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആൻറ്റിയെ കല്യാണം കഴിച്ചത്. അത് ഇവിടെയുള്ള എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്കിളിന് ഇങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ. പക്ഷേ അങ്കിളാണെങ്കിലോ ഈ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് ആൻറ്റിയെ കല്യാണം കഴിച്ച ശേഷം അതിൽ നിന്നങ്ങ് രക്ഷപ്പെട്ടു വരികയായിരുന്നു. ആ സമയത്താണ് വീണ്ടും ഈ കമ്മീഷണറെ കാണുന്നത്. അപ്പോഴാണ് അഞ്ജന ഗർഭിണി ആയിരുന്നു എന്നുള്ള കാര്യം അറിയുന്നത് തന്നെ. പക്ഷേ അങ്കിളിന് ആ സമയത്ത് അരുണിമാൻറ്റിയെ തള്ളിക്കറിയാനും പറ്റുന്നില്ല, അഞ്ജനയെ സ്വീകരിക്കാനും പറ്റുന്നില്ല. കാരണം എന്നെ ചതിച്ച് എന്നെ വഞ്ചിച്ചുകൊണ്ട് തന്നെ അവൾ കടന്നു കളഞ്ഞു എന്നാണ് അങ്കിളിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ആൻറ്റിയുമായി അങ്കിൾ അങ്ങ് അടുക്കുകയും ചെയ്തു. നീ ആണെങ്കിൽ വയറ്റിൽ ജനിക്കുകയും ചെയ്തു. അതുകൊണ്ട് കൂടെയുള്ളവളെ തന്നെ അങ്ങ് സ്വീകരിച്ചു. അതാണ് അങ്കിൾ ചെയ്തത്. അല്ലാതെ നിന്റെ അച്ഛൻ ഒരിക്കലും തെറ്റുകാരനല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നീ നിന്റെ അച്ഛനെ ഒരിക്കലും വെറുക്കരുത്. നിന്റെ അച്ഛൻ ഒരു പാവമാണ്. അതുകൊണ്ടാണ് പ്രിയയെ പോലുള്ള ഒരു പെരുങ്കള്ളിക്ക് നിന്റെ അച്ഛനെ ഇത്ര സമർത്ഥമായി പറ്റിക്കാനൊക്കെ കഴിഞ്ഞത്. അതുകൊണ്ട് നീ ഒരിക്കലും പൂജ നിന്റെ അച്ഛനെ വെറുക്കരുത്. അതൊരു പാവമാണ്, അങ്കിൾ ഒരു പാവമാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല അജുവേട്ട, ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛനെ വെറുക്കുകയില്ല എന്നൊക്കെ അങ്ങ് പറയട്ടോ. ഈ സമയത്ത് അലക്സ് അച്ചായനാണെങ്കിലോ കമ്മീഷണറോട് വിശദമായിട്ട് തന്നെ പൂജയുടെ നേരെ സഹോദരിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയട്ടോ. അപ്പോൾ ആ പെൺകുട്ടി തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്തായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടാവുക. അങ്ങനെ ആ പെൺകുട്ടി ലോറി ഓടിച്ചുകൊണ്ട് തന്നെ വരികയായിരിക്കും. അപ്പോൾ പുറകെ നിന്നും ഒരു ലോറി ഓവർടേക്ക് ചെയ്ത് ആ ലോറിയെ മറികടക്കും. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് തന്നെ ഉണ്ടാവുകയാൻ പോവാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ പൂജയുടെ സഹോദരി ബ്രേക്ക് പിടിച്ചതുകൊണ്ട് മാത്രമാണ് അപ്പോൾ
ആ ഓവർടേക്ക് ചെയ്യുന്നതിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. പിന്നീട് ആ ഒരു ഓവർടേക്ക് ചെയ്ത ലോറിയെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഈ പൂജയുടെ സഹോദരി ചെല്ലാണ് കേട്ടോ. എന്നിട്ട് അയാളെന്നെ ആ മാർക്കറ്റിലിട്ടുകൊണ്ട് തന്നെ ആ രണ്ടുപേരെയും അടിച്ച് ഒരു പരുവമാക്കുന്നുണ്ട്. അങ്ങനെ ഒരു തൻ്റെടി ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് പൂജയുടെ സഹോദരി ആയിട്ടുണ്ടാവുക. പിന്നീട് ആ ഒരു പൂജയുടെ സഹോദരി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ലോറി ഓടിച്ചിട്ടൊക്കെയാണ് ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നത്. ഈ സമയത്ത് കമ്മീഷണർ ആണെങ്കിലോ അഞ്ജനയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലാണ്. അപ്പോൾ അഞ്ജനയുടെ ഭർത്താവ് അരവിന്ദ് ചോദിക്കുന്നു, എന്തായി, ആ കുട്ടിയെ കണ്ടെത്തിയോ അതോ മരിച്ചോ, എന്തായി ഒന്ന് വിശദമായിട്ട് പറ എന്ന് പറയുമ്പോൾ കമ്മീഷണർ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ അരവിന്ദ് പറയാണ്, അവിടെ നിൽക്ക്, എന്നോട് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയടോ താൻ എന്നങ്ങ് പറയട്ടെ. അത് കേട്ടപ്പോഴത്തേനും അഞ്ജനയും മക്കളൊക്കെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ ഇല്ല, ആ കുട്ടി ജീവനോടെ തന്നെ ഉണ്ട് എന്നങ്ങ് പറയട്ടെ. അത് കേട്ടതോടുകൂടി അഞ്ജനക്ക് ഭയങ്കര സന്തോഷം വരികയാണ്. അങ്ങനെ അഞ്ജന കമ്മീഷണറോട് ചോദിക്കുകയാണ്, എൻ്റെ മോള് എവിടെയാണ്? എൻ്റെ മോളെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതല്ലേ, നിങ്ങൾ നുണ പറയുകയാണ്, ഇതിലും ഭേദം നിങ്ങൾക്ക് എന്നെ കൊന്നുകൂടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണറുടെ കോളർ പിടിച്ചങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ അഞ്ജന സംസാരിക്കുന്നത്. അങ്ങനെ സഹിക്കേട്ട കമ്മീഷണർ അങ്ങ് പറയണ, ആ പെൺകുട്ടി ഇപ്പോഴുമുണ്ട്, ആ പെൺകുട്ടി മരിച്ചിട്ടില്ല, അലക്സ് അച്ചായനാണ് ആ പെൺകുട്ടിയെ അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി 10 വയസ്സ് വരെ നോക്കി അതൊക്കെ പറയട്ടെ. പിന്നീട് ആ കുട്ടി എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അത് കേട്ടതോടുകൂടി അഞ്ജനയുടെ ക്ഷമ പിന്നെ നശിക്കേണ്ട. ഇല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്, നിങ്ങൾ ഒരു ചതിയനാണ്, മഹാപാപിയാണ്, എൻ്റെ മോളെ എന്നിൽ നിന്നും അകറ്റിയവനാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്കിനി കാണണ്ട എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണറോട് വീണ്ടും ചൂടാവുമ്പോൾ അരവിന്ദൻ അന്ന് വന്നിട്ട് പറയാണ്, മതിയടി, നിർത്തിടി, നീ ഇത്രയ്ക്ക് പിഴച്ചവളാണോടി, നിന്റെ ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ ആദ്യമുണ്ടായ കാമുകനിലുണ്ടായ ആ കുട്ടിയെക്കുറിച്ച് നീ പറയുന്നു, നിനക്ക് നാണമുണ്ടോടി എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജനയെ അരവിന്ദ് അങ്ങ് അടിക്കാൻ കേട്ടോ. അടിച്ചതോടുകൂടി കമ്മീഷണർ അങ്ങ് തടയണം, എൻ്റെ പെങ്ങളെ ഇനി തൊട്ടു പോകരുതെന്ന്. അത് പറയാൻ നീ ആരടാ, ഞാൻ ഇവളെ കൊല്ലുകയും ഒക്കെ ചെയ്യും, നീ അത് ചോദിക്കാൻ ആരാ എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണറും അരവിന്ദും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് തന്നെ സംസാരവും അടിയാവണം കേട്ടോ. അങ്ങനെ സഹിക്കെട്ട കമ്മീഷണർ അരവിന്ദിനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങാണ്. അപ്പോഴത്തേക്കും അഞ്ജന വന്ന് അങ്ങ് തടയാണ് കേട്ടോ. എൻ്റെ ഭർത്താവിനെ നിങ്ങൾ തൊട്ടു പോവരുത്, എനിക്ക് നിങ്ങളെ ഇനി കാണണ്ട, എൻ്റെ ഭർത്താവ് എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ, പക്ഷേ നിങ്ങൾ ഇതിൽ ഇടപെടരുത്, നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്, നിങ്ങളുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചതും എല്ലാം തന്നെ. നിങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ ഒരിക്കലും നിങ്ങളോട് മാപ്പോ തരില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മരിച്ചാൽ പോലും എന്നെ കാണാൻ നിങ്ങൾ വരരുത് എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണറെ അങ്ങ് വല്ലാതെ അങ്ങ് അപമാനിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അഞ്ജന സംസാരിക്കുന്നത്. എന്നിട്ട് അഞ്ജനയുടെ ഭർത്താവ് കമ്മീഷണറെ കഴുത്ത് പിടിച്ചങ്ങ് പുറത്താക്കി, ഇറങ്ങിപ്പോടാ ഇവിടുന്ന് എന്നങ്ങ് പറഞ്ഞ് കഴുത്ത് പിടിച്ച് തള്ളിയിട്ട് പുറത്താക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കമ്മീഷണർക്ക് അത് വല്ലാതെ അങ്ങ് സങ്കടം വരികയാണ്. അങ്ങനെ കമ്മീഷണർ അഞ്ജന പറയുന്ന ഓരോ വാക്കുകളും അങ്ങനെ സഹിക്കാൻ പറ്റാതെ മൂക്കറ്റം കള്ള് കുടിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ അഞ്ജന പറയുന്ന ഓരോ വാക്കുകളും അലക്സ് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അങ്ങനെ കമ്മീഷണർ അങ്ങനെ ഓർത്തോണ്ടാവട്ടോ വണ്ടി ഓടിക്കുന്നുണ്ടാവുക. അങ്ങനെ എതിരെ വരുന്ന ആ വണ്ടിയുമായിട്ട് ആ കമ്മീഷണറുടെ വണ്ടി അങ്ങ് ആക്സിഡൻ്റ് ആവുകയാണ്. പിന്നീട് ആ കമ്മീഷണർക്ക് നന്നായിട്ട് തന്നെ ഗുരുതരമായിട്ട് തന്നെയാണ് പരിക്ക് പറ്റുന്നത്. പിന്നീട് അവിടെ നിന്ന് പോലീസുകാരൊക്കെ കൂടിയിട്ട് കമ്മീഷണറെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷമായിരിക്കും അത് കമ്മീഷണർ ആയിരുന്നു എന്നുള്ള മറ്റുള്ള പോലീസുകാരൊക്കെ അറിയുന്നത്. അപ്പോഴത്തേക്കും അവിടേക്ക് SP കിരൺ വരികയാണ്. എന്താണ് ഉണ്ടായത് എന്നൊക്കെ അവിടെയുള്ള കോൺസ്റ്റബിളോട് ചോദിച്ചറിയണം. അപ്പോൾ വിശദമായിട്ട് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കള്ള് കുടിച്ചിട്ടാണ് കമ്മീഷണർ വണ്ടി ഓടിച്ചിട്ടുള്ളത്, അത് എതിരെ നിന്ന് വന്നിരുന്ന ഒരു വണ്ടിയുമായിട്ടാണ് ആക്സിഡൻ്റ് ഉണ്ടായത് എന്നൊക്കെ പറയണം. അങ്ങനെ കമ്മീഷണറെ കാണാൻ വേണ്ടി SP കിരൺ അങ്ങ് ICUവിൻ്റെ അവിടേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ് കേട്ടോ. അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ പൂജയുടെ സഹോദരി തമിഴ്നാട്ടിലുള്ള ഒരു പ്രദേശത്താണ് താമസിക്കുന്നുണ്ടാവുക. പൂജയുടെ ആ സഹോദരിയെ വളർത്തി വലുതാക്കിയതൊക്കെ പിന്നീട് ഒരു പാവം പിടിച്ച അച്ഛനും അമ്മയൊക്കെ ആവും. അവർക്ക് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് തന്നെ ഭയങ്കര സ്നേഹവും ഒക്കെ ഇഷ്ടമൊക്കെ ആയിട്ടാവും ആ കുട്ടിയെ വളർത്തി വലുതാക്കിയിട്ടുണ്ടാവുക. ആ കുട്ടിക്ക് തിരിച്ചും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി അടുത്തത് വരാനിരിക്കുന്നത്.